Hi friends, എല്ലാവർക്കും Sahakari Race Plusലേക്ക് സ്വാഗതം. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ അഡ്രിനർജിക് ഡ്രഗ്സിന്റെ ഇൻട്രൊഡക്ഷനും ക്ലാസിഫിക്കേഷനും ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇന്ന് രണ്ട് അഡ്രിനർജിക് ഡ്രഗ്സിനെയാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് അഡ്രിനാലിൻ. അഡ്രിനാലിൻ ഡ്രഗ് ആസ് വെൽ ആസ് ഇന്റർണലി നമ്മുടെ ബോഡിയിലുള്ള ഒരു കാറ്റക്കോളമീൻ ആണ് അഡ്രിനാലിൻ. So adrenaline is a catecholamine that brings to the family of biogenic amine. That is biogenic amines എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ളതാണ്. കാറ്റക്കോളമീൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കാറ്റക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെൻസീൻ റിങ്ങിൽ രണ്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, രണ്ട് OH ഗ്രൂപ്പ് അടുത്തടുത്ത് അറ്റാച്ച് ചെയ്ത് വരുന്നതാണ് കാറ്റക്കോൾ. സോ കാറ്റക്കോൾ ഉള്ള അമീൻ ഗ്രൂപ്പ് NH2 ഗ്രൂപ്പ് അല്ലെങ്കിൽ NHൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നതാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത് കാറ്റക്കോൾ അമീൻ ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ ആരോമാറ്റിക് അറൈൽ ആൽക്കൈൽ അമീൻ എന്നും പറയും. അറൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്, ഒരു ആൽക്കൈൽ ചെയിൻ ഉണ്ട്, സൈഡിൽ ഒരു അമീൻ ഉണ്ട്. അറൈൽ ആൽക്കൈൽ അമീൻ അല്ലെങ്കിൽ ഫിനൈൽ ആൽക്കൈൽ അമീൻ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ആ നെയിംസ് ഓർത്തിരിക്കുക. കെമിസ്ട്രി ആസ്പെക്റ്റിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കെമിക്കൽ നെയിംസ് ആണ്. അല്ലേ, നമ്മളിപ്പോൾ ഡിപ്ലോമ സിലബസിൽ അധികം കൂടുതൽ നമ്മളുടെ കെമിസ്ട്രിയിലേക്ക് ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല, മറിച്ച് അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. സോ ആ കാര്യങ്ങൾ നമ്മൾ ഈസി ആണെന്ന് പറഞ്ഞ് തട്ടിക്കളയുന്ന കാര്യങ്ങളാണ്. അത് പക്ഷേ മറന്നു പോകാതെ നോട്ട് ചെയ്യണം. സോ കാറ്റക്കോൾ അമീൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കാറ്റക്കോൾ എന്ന് പറയുമ്പോൾ ഒരു അരോമാറ്റിക് ആൽക്കഹോൾ ഉണ്ട്. സോ അറൈൽ ഒരു ആൽക്കൈൽ ചെയിൻ ഉണ്ട്, ഒരു അമീൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സെയിം സാധനം ഫിനൈൽ ആൽക്കൈൽ അമീൻ എന്നൊക്കെ പറയും. സോ സ്ട്രക്ചർ ഞാൻ വരുമ്പോൾ കുറച്ചുകൂടി പറഞ്ഞു തരാം. സോ അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സിമ്പത്തോമിമെറ്റിക്. ഞാൻ പറഞ്ഞു സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗാണ്, പോസിറ്റീവ് ആക്ഷൻ തരുന്ന ഒരു ഡ്രഗാണ്. സോ ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ സിമ്പത്തോമിമെറ്റിക് കാറ്റക്കോളമീൻ. ഇനി നെക്സ്റ്റ് കെമിക്കൽ നെയിം. ഈ കെമിക്കൽ നെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ട്രക്ചർ വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു വി ഹാവ് എ കാറ്റക്കോൾ ന്യൂക്ലിയസ്. അല്ലേ, കാറ്റക്കോൾ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് അടുത്തടുത്ത് വരുന്നതാണ് കാറ്റക്കോൾ. ഇനി അടുത്ത് ഇവിടെ ഒരു ആൽക്കൈൽ ചെയിൻ ഉണ്ട്, ദാറ്റ് ഇസ് എൻ ആൽക്കഹോൾ ആണ്. ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് എഗെയിൻ ദാറ്റ് ഇസ് എൻ ആൽക്കഹോൾ. ഒരു ആൽക്കഹോൾ ചെയിൻ ഉണ്ട്, ഒരു അമീൻ ഗ്രൂപ്പും ഉണ്ട്, ദാറ്റ് ഇസ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ. സോ ഇറ്റ് ഈസ് ഫിനൈൽ ആൽക്കൈൽ അമീൻ അല്ലെങ്കിൽ നമുക്ക് എറൈൽ ആൽക്കൈൽ അമീൻ എന്നൊക്കെ പറയാം. സോ ദ കെമിക്കൽ നെയിം ഓഫ് എപ്പിനെഫ്രിൻ ഈസ് 3,4-dihydroxyphenyl alpha-2 methyl amino ethanol. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഇത് നമ്പർ 1, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ 1 കൊടുക്കുമ്പോൾ 3,4-dihydroxy ഗ്രൂപ്പ് വരും, ഒരു ഫിനൈൽ ഗ്രൂപ്പ് വരും. എത്തനോൾ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 1, 2 രണ്ട് കാർബൺ ആറ്റമാണ്. ഈ സ്ട്രെയിറ്റ് ചെയിനിൽ ഉണ്ടാവുക 2 കാർബൺ ആറ്റമാണ്. സോ അങ്ങനെ എത്തനോളിൻ്റെ ഡെറിവേറ്റീവ് മീത്തൈൽ അമിനോ എത്തനോളിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ എന്താ പറയുക എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിനെ കൺസിഡർ ചെയ്യുക. സോ മീത്തൈൽ അമിനോ ഡെറിവേറ്റീവ് ആണ്. ദ കെമിക്കൽ നെയിം ഓഫ് എപ്പിനെഫ്രിൻ ഈസ് 3,4-dihydroxyphenyl methyl amino ethanol. സോ 3,4 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഫസ്റ്റ് പൊസിഷനാണ് ഈ അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അറ്റാച്ച്മെൻറ്റിൻ്റെ ലാസ്റ്റ് ആണ് നമുക്ക് NH-CH3 ഗ്രൂപ്പ് വരിക. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. സോ ഇറ്റ് ഇസ് എൻ എറൈൽ ആൽക്കൈൽ അമീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കാറ്റക്കോൾ അമീൻസ് എന്ന് പറയാം. ഇനി മെക്കാനിസം ഓഫ് ആക്ഷൻ എന്തൊക്കെയാണ് അതിൻ്റെ എഫക്റ്റ് എന്നാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് ബോത്ത് എക്സൈറ്റേറ്ററി എഫക്റ്റും ഉണ്ട്, ഇൻഹിബിറ്ററി എഫക്റ്റും ഉണ്ട്. സോ ഇതിനകത്ത് എക്സൈറ്റേറ്ററി എഫക്റ്റ് എന്ന് പറയുന്നത് ആൽഫ റിസെപ്റ്ററിലുള്ള സ്റ്റിമുലേഷൻ ആണ്. ആൽഫ റിസെപ്റ്ററിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ആക്ഷൻ ആൽഫ ബീറ്റ റിസെപ്റ്ററിലുള്ള ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ആൽഫ റിസെപ്റ്ററിൽ കൂടുതലും എക്സൈറ്റേറ്ററി എഫക്റ്റ് ആണ്. ഇനി ഇൻഡസ്റ്റൈനിൽ വരുമ്പോൾ അവിടെ ഇൻഹിബിറ്ററി ഇഫക്റ്റ്. ഇൻഡസ്റ്റൈനിൽ നമ്മൾ റിലാക്സേഷൻ പറയും, ബാക്കി എല്ലാത്തിലും എക്സൈറ്റേറ്ററി ഇഫക്റ്റ് ആണ് തരിക. സോ ആ എക്സെപ്ഷൻസ് വരുന്നത് ഓർത്തിരിക്കാം. സെയിം ഫാർമക്കോളജിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പോർഷൻസ് ആണ്. കെമിസ്ട്രിയിൽ വരുമ്പോൾ ഞാനത് വീണ്ടും പറയുന്നത് നിങ്ങൾക്കൊരു റിവിഷനും കൂടി ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. സോ ആൽഫ റിസെപ്റ്റർ എക്സൈറ്റേറ്ററി ഇഫക്റ്റ് ഇസ് എൻ ആൽഫ റിസെപ്റ്റർ എക്സെപ്റ്റ് നമ്മളുടെ ഇൻഡസ്റ്റൈനിൽ മാത്രം. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഹിബിറ്ററി ഇഫക്റ്റ് എവിടെയായിരിക്കും? ബീറ്റ റിസെപ്റ്ററിലായിരിക്കും, എക്സെപ്റ്റ് ഹാർട്ട്. രണ്ടിടത്തും ഓരോ എക്സെപ്ഷൻ ഉണ്ട്. ബീറ്റ റിസെപ്റ്ററിൽ ഹാർട്ടിൽ വരുമ്പോൾ അവിടെ കൺസ്ട്രിക്ഷൻ ആണ്, അല്ലേ. ഹാർട്ടിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന ഒരു എഫക്റ്റ് ആണ് ഉണ്ടാവുക. സോ ആൽഫയിൽ ഇൻഹിബിറ്ററി ഇഫക്റ്റ് ആണ്, ആൽഫ ഫോർ ഇൻഹിബിറ്ററി ഇഫക്റ്റ്. ആൽഫയിൽ ഇൻഹിബിറ്ററി ഇഫക്റ്റ് ആണ്. സോ ഇൻഹിബിറ്ററി ഇഫക്റ്റ് ഒരു എക്സെപ്ഷൻ നമ്മൾ ഇൻഡസ്റ്റൈനിൽ, അതും എഗെയിൻ ഐ ഓർക്ക്. ആൽഫയിൽ ഇൻഹിബിറ്ററി ഇഫക്റ്റ്, എക്സെപ്ഷൻ ഇൻഡസ്റ്റൈനിൽ. ആൽഫയിൽ നമുക്ക് വരുമ്പം എക്സൈറ്റേറ്ററി ഇഫക്റ്റ് ആണ്. ആൽഫയിൽ എക്സൈറ്റേറ്ററി ഇഫക്റ്റ് ഒരു എക്സെപ്ഷൻ ആണ് ഇൻഡസ്റ്റൈൻ. ബീറ്റയിൽ വരുമ്പം ഇൻഹിബിറ്ററി ഇഫക്റ്റ് ആണ്, ഒരു എക്സെപ്ഷൻ ആണ് ഹാർട്ട്.
അപ്പോൾ ഈ കാര്യങ്ങൾ രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നു. എഡ്രിനാലിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നു. വൈറ്റ് അല്ലെങ്കിൽ ക്രീമി വൈറ്റ് അല്ലെങ്കിൽ സാഫിറോ ക്രിസ്റ്റലൈൻ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ നേച്ചറാണ്. ഇറ്റ് ഈസ് സാഫിറോ ക്രിസ്റ്റലൈൻ പൗഡറാണ്. ഇനി അടുത്തത്, ഇറ്റ് ഡിസോൾവ്സ് ഇൻ സൊല്യൂഷൻസ് ഓഫ് മിനറൽ ആസിഡ്. മിനറൽ ആസിഡ് സൊല്യൂഷനിലാണ് മെയിനായിട്ടും ഡിസോൾവ് ആവുന്നത്. പൊട്ടാഷ്യം ആൻഡ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഒന്നെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് ആസിഡും അതുപോലെ തന്നെ ആൽക്കലിയും ഉണ്ട്. സ്പാരിംഗ്ലി സോൾബിൾ ഇൻ വാട്ടർ ആൻഡ് ഇൻസോൾബിൾ ഇൻ എത്തനോൾ ആൻഡ് ഈതർ, അതായത് ഓർഗാനിക് സോൾവെൻസിൽ ഇതിൻ്റെ സോൾബിലിറ്റി കുറവാണ്. മറിച്ച് ഇനോർഗാനിക് ആസിഡ്സ്, മിനറൽ ആസിഡും അതുപോലെ തന്നെ ആൽക്കലിയിലുമാണ് കൂടുതലായിട്ട് സോൾബിൾ. വാട്ടർ സോൾബിലിറ്റി കുറവാണ്. നെക്സ്റ്റ് യൂസസ് നമുക്കറിയാം, സിമ്പത്തോമിമെറ്റിക് ഏജൻ്റ് ആണ്, ബ്രോങ്കോലൈറ്റിക് ഏജൻ്റ് ആണ്, ആൻറ്റി ആസ്മാറ്റിക് ഏജൻ്റ് ആണ്. ഇനി മെയിനായിട്ട് നമ്മൾ ഹാർട്ടിൽ ഇമ്മീഡിയറ്റ് യൂസ് അല്ലെങ്കിൽ ഓൺ ടൈം എമർജൻസി ബേസിൽ നമ്മൾ എഡ്രിനാലിൻ യൂസ് ചെയ്യാം. കാർഡിയാക് ഇൻപുട്ട് അല്ലെങ്കിൽ കാർഡിയാക് ആക്ടിവിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എഡ്രിനാലിൻ ഇഞ്ചെക്ഷൻ നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിൽ എമർജൻസി ഫേസ് ചെയ്യുന്ന പേഷ്യൻസിന് എഡ്രിനാലിൻ കൊടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ കാർഡിയാക് ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ്. സോ ഹാർട്ടിൽ നമുക്കറിയാം കാർഡിയാക് ആക്ടിവിറ്റി ബീറ്റ റിസെപ്റ്റർ വഴിയുള്ള കാർഡിയാക് ആക്ടിവിറ്റിയാണ്. സോ ആ പേർപ്പസിലാണ് നമ്മൾ എഡ്രിനാലിൻ ഓൺ ബേസിസ് എമർജൻസി കൊടുക്കുക. So it is other uses are sympathomimetic, broncholytic and anti-asthmatic. So it is used to prevent bleeding during surgery or inner organ bleeding. അതായത് ബ്ലഡ് വെസൽസിൽ ആക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ബ്ലീഡിങ് സർജറി ടൈമിൽ ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ, എക്സസ് ബ്ലഡ് ലോസ് കാരണം പേഷ്യൻറ്റിൻ്റെ ഡെത്തിന് കാരണമാവാതിരിക്കാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് അഡ്രിനാലിൻ്റെ മറ്റൊരു യൂസാണ് അനസ്തെറ്റിക്സ്. അനസ്തെറ്റിക്സിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റിന് വേണ്ടി. So it is used in combination with local anesthetic. Local anestheticsന്റെ കോമ്പിനേഷനിൽ നമ്മൾ അഡ്രിനാലിൻ യൂസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ലോക്കൽ അനസ്തെറ്റിക്കിൻ്റെ ബ്ലഡ് വെസലിൻ്റെ കൺസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലോക്കൽ അനസ്തെറ്റിക്സിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവും. സോ ദാറ്റ് പർപ്പസ് ഓൾസോ വി യൂസ് അഡ്രിനാലിൻ. ഹാർട്ട് ഫംഗ്ഷൻ ഉണ്ട്, അതായത് മെയിനായിട്ട് നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ ഹാർട്ട് സ്റ്റിമുലേഷൻ ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹാർട്ട് ബ്ലോക്ക് or circulatory collapse and open angle glaucoma surgery നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Then it is usually drug of choice in acute allergic disorder and histamine reaction. Allergic disorder നമ്മൾ ഓൾറെഡി പറഞ്ഞു. And additional that it is used for that bronchospasm പോലുള്ള കണ്ടീഷനിൽ യൂസ് ചെയ്യും. Then ഇനി എത്തുന്നതെന്ന് പറഞ്ഞാൽ അഡ്രിനാലിന് ഐസോമേഴ്സ് ഉണ്ട്. ഐസോമർ എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ സെയിം മോളിക്കുലർ ഫോമിലായിരിക്കും അല്ലേ. നമ്മൾ എടുക്കുന്ന അഡ്രിനാലിൻ്റെ സ്ട്രക്ചർ സെയിം സ്ട്രക്ചർ ആയിരിക്കും. എവിടെയെങ്കിലും ഒരിടത്ത് നമ്മൾ ഈ ബോൺസ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഞാനിപ്പോൾ കാണിച്ചു തന്ന അഡ്രിനാലിന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇതാ ഇങ്ങനെ ഒരു വെഡ്ജ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വെഡ്ജ് ബോണ്ടിലായിരുന്നു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഓർമ്മയുണ്ടാവോ? ഇതാ ഇവിടെ കണ്ടോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ആ വെഡ്ജ് ബോണ്ട് ഉണ്ട്. സെയിം വെച്ചല്ല അഡ്രിനാലിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇതേ ബോണ്ട് തന്നെ നമുക്കിങ്ങനെ ഇതാ ലൈൻ വൈസ് കാണാൻ പറ്റും. OH ഗ്രൂപ്പ് ലൈൻ വൈസിൽ കാണാൻ പറ്റും അല്ലേ, ഒരു അങ്ങനെ കാണാൻ പറ്റും. സോ അവിടെയാണ് ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സ്ട്രക്ചറൽ ഫോമുലയായിരിക്കും, എവിടെയെങ്കിലും ഉള്ള അറേഞ്ച്മെൻറ്റിനായിരിക്കും വ്യത്യാസം. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അഡ്രിനാലിന് രണ്ട് ഐസോമേഴ്സ് ഉണ്ട്. ആർ ഫോമും ഉണ്ട്, എസ് ഫോമും ഉണ്ട്. സോ ഇവിടെ നമുക്ക് ആർ ഫോം, നിങ്ങളതെന്താണ് ഇൻ ഡീറ്റെയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനകത്ത് ആർ ഫോം ഇസ് 12 times മോർ ആക്റ്റീവ് ദാൻ എസ് ഫോം. ആർ ഫോമാണ് കൂടുതൽ ആക്റ്റീവ് എന്ന് ഓർത്തിരിക്കുക. It has potent stimulatory effect on both alpha and beta receptors and is light sensitive and easily oxidized upon exposure. So this we have to maintain in, അല്ലെങ്കിൽ ഇത് നമ്മൾ എവിടെ സ്റ്റോറേജ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ലൈറ്റ് സെൻസിറ്റീവ് ആണ്, അതുപോലെ തന്നെ ഓക്സിഡേഷൻ സംഭവിക്കും. ഓൺ എക്സ്പോഷർ ടു ലൈറ്റ് ഈസി ഓക്സിഡേഷൻ സംഭവിക്കും. സോ ആർ ഫോം അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഡെക്സ്ട്രോ ലീവോ എന്ന് പറയുമ്പോൾ നമുക്ക് ലീവോ ഫോം ഈസ് മോർ ആക്റ്റീവ്. ലീവോ ഡെക്സ്ട്രോ നമ്മൾ പറയുക മെയിനായിട്ടും ഇവർ ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ മോളിക്യൂൾ ലൈറ്റിനെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്തു എന്നനുസരിച്ചാണ് ലീവോ ഡെക്സ്ട്രോ പോവുക. സോ ആ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട, മറിച്ച് എഡ്രിനാലിന് വരുമ്പം ആർ ഫോം ഇസ് മോർ ആക്റ്റീവ് ദാൻ എസ് ഫോം. സോ അല്ലെങ്കിൽ ലീവോ ഫോം ഇസ് മോർ ആക്റ്റീവ് എന്നുള്ള ടേംസ് ഓർത്തിരിക്കുക. ഇന്ന് സ്റ്റോറേജ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റ് സെൻസിറ്റീവ് ആണ്. അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രിൻ ദാറ്റ് ഈസ് ലൈറ്റ് സെൻസിറ്റീവ് ആണ്, ഈസിലി ഓക്സിഡൈസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ യൂഷ്വലി നമുക്കുള്ള കളർ ബ്രൗൺ കളറിലേക്ക് മാറും. സോ നമുക്കൊരു വൈറ്റ് അല്ലെങ്കിൽ ക്രീമി വൈറ്റ് ഷെയ്ഡ് ഓഫ് കളറാണ്. ഇതെന്ത് ചെയ്യും? പിങ്ക് ആവും. പിങ്ക് പിന്നീട് ബ്രൗൺ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഡ്രഗ് ഓക്സിഡൈസ്ഡായി, ഇത് യൂസ് ചെയ്യാൻ പാടില്ല. സോ സൊല്യൂഷൻസ്, ഇനി ഡ്രഗ് സൊല്യൂഷൻസ് ആണെങ്കിൽ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് ആഡ് ചെയ്യും, സച്ച് എസ് സോഡിയം ബൈസൾഫേറ്റ്. എഗെയിൻ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്.
സ്റ്റോറേജ് കണ്ടീഷനിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ ആണ്. ദ ഡ്രഗ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ ദ അഡിഷൻ ഓഫ് റെഡ്യൂസിങ് ഏജൻറ്റ് സച്ച് എസ് സോഡിയം ബൈസൾഫൈറ്റ്. നെക്സ്റ്റ് സ്റ്റോറേജ് കണ്ടീഷൻ എന്താ വരുന്നത്? ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ വെൽ ക്ലോസ്ഡ് എയർ ടൈറ്റ് കണ്ടെയ്നർ, പ്രിഫറബിളി ഫിൽഡ് വിത്ത് നൈട്രജൻ ആൻഡ് ഫ്രം ലൈറ്റ്. അപ്പോൾ നൈട്രജൻ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വേണം നമ്മൾ ടെമ്പറേച്ചർ കൊടുത്ത് സ്റ്റോർ ചെയ്യാൻ. പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ്, ദാറ്റ് ഇസ് വെരി മസ്റ്റ്, ബിക്കോസ് നമുക്ക് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഇവർ ഓക്സിഡൈസ് ആയിട്ട് പോകും. സോ ഇതാണ് അഡ്രിനാലിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ വരിക. ഇനി അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ അജിറ്റേഷൻ, ഹെഡേക്ക്, ട്രെമർ, വീക്ക്നെസ്, ഡിസീസ്, പാലർ, റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി, സെറിബ്രൽ ഹെമറേജ്, ഇവരൊക്കെയാണ് നമ്മുടെ അഡ്രിനാലിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ്. സെയിം നിങ്ങൾ ഫാർമക്കോളജിയിൽ പഠിച്ച അതേ അഡ്വേഴ്സ് ഇഫക്ട്സ് ഒന്നുകൂടി റിവൈസ് ചെയ്തെടുക്കുക. ഡോസ് എന്ന് പറയുന്നത് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആയിട്ടാണെങ്കിൽ 0.2 to 0.5 milligram in 0.1% സൊല്യൂഷൻ. സോ ഇനി ഇൻട്രാമസ്കുലാർ ആണെങ്കിൽ 1 to 3 milligram in 0.2% ഓയിൽ സസ്പെൻഷൻ. ഓയിൽ സസ്പെൻഷനാണ് IM കൊടുക്കുക. സബ്ക്യൂട്ടേനിയസ് ആണെങ്കിൽ 0.2 to 0.5 milligram അല്ലെങ്കിൽ 1 to 3 milligram ആണ് ഇൻട്രാമസ്കുലാറിൽ വരിക. സോ ഇവിടെ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. സംടൈംസ് 0.2 to 0.5 in ഡാഷ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ഡോസേജ് ഫോം. ഡോസേജ് ഫോം നമുക്കറിയാം അഡ്രിനാലിൻ ഇസ് യൂഷ്വലി ഇഞ്ചക്ഷൻ ആണ്. ഗ്ലോക്കോമിക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഐ ഡ്രോപ്സ് ഉണ്ട്. അതുപോലെ ഡയല്യൂട്ട് അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ ഉണ്ട്. ഡയല്യൂട്ട് അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ 1 in 10,000. 1 in 10,000 എന്ന് പറയുമ്പോൾ സോൾവെൻറ്റുമായിട്ടുള്ള ഡിസൊല്യൂഷനാണ് ഡിസൊല്യൂഷൻ അല്ല ഡയല്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. 1 in 10,000. നെക്സ്റ്റ് ബ്രാൻഡ് നെയിംസ് ആണ്. അഡ്രിനാലിൻ, വാസോപ്രൈം, വാസോകോൺ എന്നുള്ള ബ്രാൻഡ് നെയിംസിലാണ് അഡ്രിനാലിൻ അറിയപ്പെടുക. സോ അഡ്രിനാലിൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഇറ്റ് ഇസ് എ കാറ്റക്കോൾ അമീൻ. കാറ്റക്കോൾ അമീൻ എന്ന് പറയുമ്പോൾ കാറ്റക്കോൾ ന്യൂക്ലിയസിൻ്റെ അമീൻ ഉണ്ട്, ഒരു എഥനോൾ ഡെറിവേറ്റീവ് ആണെന്ന് ഓർക്കുക. അഡ്രിനാലിൻ മെയിനായിട്ടും ആൽഫ ബീറ്റ റിസെപ്റ്ററിൽ ആർ ഫോം ഇസ് മോർ ആക്റ്റീവ്. പിന്നെ സ്റ്റോറേജ് കണ്ടീഷനിൽ ലൈറ്റ് ഓക്സിഡേഷൻ, അതുപോലെ റെഡ്യൂസിങ് ഏജൻറ്റ് ഇഫ് യു ആർ സ്റ്റോറിങ് ദാറ്റ് ആണ് സൊല്യൂഷൻ. സോ ഇനി നമ്മൾ നെക്സ്റ്റ് നോർ അഡ്രിനാലിൻ ബയോജനിക് അമൈനാണ്, ബോഡിയിലുള്ളതാണ്. സോ നമ്മൾ അഡീഷണലി ഇതിനെ സപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു ക്രോണിക് കണ്ടീഷൻ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെക്ടേറ്റ് കണ്ടീഷൻ ഫേസ് ചെയ്യുമ്പോൾ കണ്ടീഷനിൽ ഡ്രഗ് കൊടുക്കുകയാണ്. സോ നോർ അഡ്രിനാലിൻ, നോർ എന്ന് പറയുന്നത്, സോ ആ ടേം ഓർത്തിരിക്കാൻ, സ്ട്രക്ചർ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. വെൻ ഇവിടെ നമ്മുടെ അഡ്രിനാലിൻ വരുമ്പോൾ അവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. സോ വെൻ ദ CH3 ഗ്രൂപ്പ് ഇസ് റിമൂവ്ഡ് വി വിൽ ആഡ് നോർ. നോർ എന്ന് പറയുന്ന ടേം അപ്പോഴാണ് ആഡ് ചെയ്യുക. സോ ദാറ്റ് ഇസ് നോർ അഡ്രിനാലിൻ. സ്ട്രക്ചറിൽ വേറെ ഒരു വ്യത്യാസവുമില്ല, ഇവിടെ ഈ CH3 മാറി. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ന്യൂറൽ ട്രാൻസ്മിറ്റർ ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. കെമിക്കൽ നെയിം നമുക്കറിയാം 3,4-dihydroxyphenyl alpha amino ethanol. സോ ആൽഫ മീത്തൈൽ അമിനോ വരുമ്പോഴാണ്. സോ ഇവിടെ വെൻ വി ഹാവ് എ methyl group it is adrenaline. Next it is a precursor of adrenaline. ഇതിൽ നിന്നൊരു methyl group ഓടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് adrenaline കിട്ടും. So it differs from adrenaline only by lacking the methyl substitution on the amino ethanol. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ കാര്യം മാത്രം ഇല്ലാത്ത ഓർത്തിരിക്കാം, നമുക്ക് സ്ട്രക്ചർ ഈസി ആയിട്ട് കിട്ടും. ഇനി പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ വൈറ്റ് ഓർ ബ്രൗണിഷ് വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആണ്. സോ വെൻ യു തിങ്ക് അബൌട്ട് adrenaline it is a saphiro crystalline powder, slightly soluble in ethanol, and regarding the soluble it is soluble in water. Adrenaline compare ചെയ്യുമ്പോൾ adrenaline solubility വാട്ടറിൽ കുറവാണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പം ബൈൻഡിങ് ടു alpha-1, alpha-2, beta-1 റിസെപ്റ്റേഴ്സ്. beta-2 റിസെപ്റ്ററിൽ വലിയ ആക്ഷൻ ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് ഇസ് നോ ആക്ടിവിറ്റി ഇൻ beta-2 റിസെപ്റ്റേഴ്സ്. ഇവിടെയുമാണ് അഡ്രിനാലിനുമായിട്ട് വ്യത്യാസം വരിക. So when we consider adrenaline, it does action on both alpha and beta receptors. Then uses എന്ന് പറയുന്നത് alpha-1 റിസെപ്റ്ററിലാണ് റിലേറ്റീവ് ടു beta-2. എപ്പോഴും alpha-1 ഏത് റിസെപ്റ്ററിലാണോ ആക്ഷൻ കൂടുതൽ അത് മാത്രം ഓർത്തിരിക്കുക. Adrenaline is more potent agonist ആണ്, agonist of alpha-1 receptor. Then peripheral vascular resistance കൂട്ടുന്നു. ഇനി നമ്മൾ വേറെ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നത്, it is used to support blood pressure variations. Acute hypotensive സ്റ്റേറ്റിൽ അല്ലെങ്കിൽ മയോകാർഡിയൽ ഷോക്ക് ഉണ്ടാകുന്ന കണ്ടീഷനിൽ ബ്ലഡ് പ്രഷറിൻ്റെ ഓൾട്ടറേഷൻ ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. Then it is used as a vasoconstrictor and local anesthetic solutions for dental use. Vasoconstrictor ആണ്, ലോക്കൽ അനസ്തെറ്റിക്കിൻ്റെ ആക്ടിവിറ്റി കൂട്ടും. സോ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ഡെൻറ്റൽ യൂസ്. ഡെൻറ്റൽ പർപ്പസ് ആണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുക. സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ സെയിം colored out on exposure to air and light. So it should be stored in well sealed vacuum or under inert gas and protected from light. നമ്മൾ കഴിഞ്ഞ കേസിൽ നൈട്രജൻ പറഞ്ഞതുപോലെ തന്നെ. Then adverse effects എന്ന് പറയുമ്പോൾ toxic effect as with epinephrine but milder. Adrenergic കൺവേർട്ട് ചെയ്യുമ്പോൾ ടോക്സിക് ഇഫക്ട്സ് ഉണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൽഡർ ഇഫക്റ്റ് ആണ്.
ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. കാരണം നമ്മൾ ഹൈപ്പോടെൻസീവ് കണ്ടീഷനിലാണ് യൂസ് ചെയ്യുക. മയോകാർഡിയൽ ഷോക്ക് ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷനിൽ BP കൂട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക. സോ ഹൈപ്പർ ടെൻഷൻ, ഹെഡേക്ക്, ഫോട്ടോഫോബിയ, പാല്, സ്വെറ്റിംഗ്, വോമിറ്റിംഗ്, ഇത് നമുക്ക് BP കൂടുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കണ്ടീഷൻസ് ഓർത്താൽ മതി. അതൊക്കെ ഇവിടെ ഉണ്ടാവും. അരിത്മിയ, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് അരിത്മിയ ഉണ്ടാവും. ഇനി ഡോസേജ് ഫോം മെയിൻലി ഇഞ്ചക്ഷൻ ഉണ്ട്. പിന്നെ സ്റ്റെറൈൽ നോർ എഡ്രിനാലിൻ കോൺസെൻട്രേറ്റ്, ഇങ്ങനൊരു ഫോമും കൂടെ ഉണ്ട്. കോൺസെൻട്രേറ്റ് ആയിട്ടും അവൈലബിൾ ആണ്. ബ്രാൻഡ് നെയിംസ് എഡ്രീനോർ, നോർമിറ്റ്, നൊറാഡ്, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത പോർഷനിൽ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് റിസെപ്റ്റർ ടൈപ്പ് ഇസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ എക്സൈറ്റേറ്ററി ഇഫക്ട്സ് ഓഫ് എഡ്രിനാലിൻ? എക്സൈറ്റേറ്ററി ഇഫക്റ്റ് മെയിൻ ആയിട്ട് ഉണ്ടാവുക ഏത് റിസെപ്റ്ററിലാണ്? ആൽഫയിൽ. അവിടെ എക്സെപ്ഷൻസ് ഉണ്ട്. ബീറ്റ വെക്കുമ്പോൾ ഇൻഹിബിറ്ററി ആണ്, അവിടെയും ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ഇസ് വൈ adrenaline often administered in combination with local anesthetic during surgery. Bleeding കുറയ്ക്കാൻ, ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടി. അനസ്തെറ്റിക് എഫക്റ്റിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാൻ as well as reduce the bleeding. So answer is option C. Next, which of the following statement is true? So statements, adrenaline is a sympathomimetic catecholamine. ശരിയാണ്. Adrenaline can be administered in combination with local anesthetic that increase their effectiveness. ശരിയാണ്. Adrenaline is commonly used as the drug of choice in the treatment of opal angle glaucoma. So all the statements correct. Answer is option B. All the above statements are correct. Next question. What is the chemical name of noradrenaline? Noradrenaline നമുക്കറിയാം catecholamine ആണ്. So it definitely രണ്ട് hydroxyl group ഉണ്ട്. So ഈ ഓപ്ഷനിൽ നമുക്ക് പോകുമ്പോൾ distinct options ആണ്. So first option is 4-hydroxy. Never. So it is 3,4-dihydroxyphenyl 2-amino-ethanol. Okay? That is chemical name of noradrenaline. So next question, what is the main difference between adrenaline and noradrenaline chemically? അപ്പോൾ അഡ്രിനാലിനും നോറഡ്രിനാലിനും തമ്മിലുള്ള കെമിക്കൽ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുക. എന്താണ്? ഒരു മീത്തൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അത് എവിടെയാണ്? സോ ഓപ്ഷൻസ് ഗോ ത്രൂ ചെയ്യാം. അഡ്രിനാലിൻ ഹാസ് എൻ അഡീഷണൽ മീത്തൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ അമിനോ എഥനോൾ. അഡീഷണൽ മീത്തൽ ഗ്രൂപ്പ് ഉള്ളത് അഡ്രിനാലിനാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. അഡ്രിനാലിൻ ഹാസ് എൻ അഡീഷണൽ മീത്തൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ ദി അമിനോ എഥനോൾ. Next, which of the following statement is not true? Noradrenaline is commonly used as vasodilator in local anesthetic solutions for dental use. Next, noradrenaline is used to support blood pressure in various acute hypotensive states, especially in myocardial shock. ശരിയാണ്. Adrenaline is administered subcutaneously to prevent bleeding during surgery. അതും ശരിയാണ്. സോ ഡെന്റൽ അനസ്തെസിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വാസോഡൈലേറ്റർ ആയിട്ടാണോ? അല്ല. ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ കൺസ്ട്രിക്ടർ. So answer is B. First statement is not true. Which property of adrenaline makes it suitable for the use of allergic condition? Allergic condition because it is an action on alpha and beta receptors. That's why we can use it on allergic conditions. What is the primary difference between adrenaline and noradrenaline in terms of receptor activity? ആദ്യം നമ്മൾ കെമിക്കൽ ആണ് ചോദിച്ചത്. റിസെപ്റ്റർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ? അഡ്രിനാലിൻ പ്രൈമർലി സ്റ്റിമുലേറ്റ്സ് ആൽഫ റിസെപ്റ്റേഴ്സ്. നോറഡ്രിനാലിൻ ആണെങ്കിലോ ആൽഫ ആൻഡ് ബീറ്റ 1 റിസെപ്റ്ററിലാണ് ആക്ട് ചെയ്യുക. ആൻസർ ഇസ് ഓപ്ഷൻ സി. Adrenaline primarily stimulates alpha receptor, noradrenaline act on alpha and beta 1 receptors. Next, ഒരു statement question ആണ്. Which of the statement is not true? So here നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ first statement, noradrenaline primarily stimulates alpha 1 and alpha 2 receptor. ശരിയാണ്. Both adrenaline and noradrenaline are highly soluble in ethanol 1 water. അല്ല, solubility difference ഉണ്ട്. Again, noradrenaline differs from adrenaline by lacking a methyl substitution. അതും ശരിയാണ്. So second statement is wrong. So answer is option B. Second statement is wrong. Which of the following best describes the mechanism of action of noradrenaline? Noradrenaline receptors ഏതൊക്കെയാണ്? അതാണ് അവരുടെ mechanism of action. Alpha and beta receptors except for beta 2. Alpha and beta 1 receptor ആണ് മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. What is the main function of adrenergic drugs like adrenaline and noradrenaline? Adrenaline noradrenaline മെയിൻ എഫക്റ്റ് എന്താണ്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ മിമിക് ചെയ്യുക. കോമൺ ആയിട്ടുള്ള എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, സിംഗിൾ ഇഫക്റ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് വൈ ദേ മിമിക് ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. നെക്സ്റ്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? adrenergic drugs mimics the effects of parasympathetic nervous system. അല്ല. adrenergic drugs primarily slow down the heart rate. അല്ല. beta 2 receptors bronchoconstriction അല്ല, dilation ആണ്. So none of the statement is true. Answer is option D, none. Then which of the following statement is not true? Adrenaline is used to treat circulatory collapse and heart block. ശരിയാണ്. Noradrenaline is primarily binds to beta 1 receptors and minimal activity on beta 2 receptors. അല്ല. beta 2 നമ്മൾ ആൽഫ ആൻഡ് ബീറ്റ 2 റിസെപ്റ്റേഴ്സിലാണ് മെയിനായിട്ട് ആക്ടിവിറ്റി പറയുക. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. Adrenaline primarily stimulates alpha receptors except in intestine where it is inhibitory. ശരിയാണ്.
സോ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നോട്ട് ട്രൂ. ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വാട്ട് ഇസ് ദ പ്രൈമറി യൂസ് ഓഫ് നോറഡ്രിനാലിൻ ഇൻ മെഡിക്കൽ പ്രാക്ടീസ്? ഹൈപ്പോടെൻസീവ് കണ്ടീഷനിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും നോറഡ്രിനാലിൻ യൂസ് ചെയ്യുക. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. സോ നമ്മൾ അഡ്രിനാലിൻ നോറഡ്രിനാലിൻ ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. മോർ ക്വസ്റ്റ്യൻസ് ഗോ ത്രൂ ചെയ്യാം. താങ്ക് യു.